എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടുകളിൽ പുട്ടുപൊടിക്ക് പകരമായിട്ട് നൈസ് അരിപ്പൊടി വെച്ചിട്ട് പുട്ട് തയ്യാറാക്കുന്ന വിധമാണ്. രാവിലെ ഉണ്ടാക്കുന്ന പുട്ട് വൈകിട്ടായാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാനും സാധിക്കുന്നതാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് പഞ്ഞിപ്പുട്ട് വീടുകളിൽ തയ്യാറാക്കി എടുക്കണമെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ ലൈക്ക് തരാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് പഞ്ഞിപ്പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നല്ലൊരു സ്വാദനായിട്ട് 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഒരു നുള്ള് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി വെള്ളം നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് 2 കപ്പ് വെള്ളമാണ്. ഇതിനായിട്ട് 2 കപ്പ് വറുത്ത അരിപ്പൊടി കൂടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ അരിപ്പൊടി ഒരു വെള്ളത്തിലേക്ക് ചേർക്കാം. ഈ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ ആ ഒരു കപ്പിൽ തന്നെ ആയിരിക്കണം വെള്ളം എടുക്കേണ്ടതും. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എടുക്കുന്ന പൊടിയുടെ ക്വാളിറ്റി അനുസരിച്ച് ചിലപ്പോൾ വെള്ളം കുറഞ്ഞു പോവാനും കൂടി പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇതിനകത്ത് ഞാൻ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടില്ല. ഞാനിവിടെ അരി കഴുകി കുതിർത്തി പൊടിച്ച് അത് വറുത്തെടുത്തിട്ടുള്ള പൊടിയാണ്. ഇതിൽ ഒരു തരി പോലും ഇല്ലാതെയാണ് പുട്ടുപൊടി എടുത്തിട്ടുള്ളത്. നമ്മൾ ഇടിയപ്പവും അപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ സെയിം പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. കാരണം ഇപ്പോൾ നല്ല ചൂടുണ്ട്. നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി വരും. ആ സമയം കൊണ്ട് പുട്ടിന് ആവശ്യമായ നാളികേരമൊക്കെ ഒന്ന് തിരുമ്മി എടുത്തിട്ട് വരാം. പൊടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി ഇവിടെ നനച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ വളരെ എളുപ്പത്തിൽ കുഴച്ചെടുക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. കുറച്ച് ഭാഗം മാത്രമേ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനും പാടുള്ളൂ. നിറച്ച് ഇട്ട് കൊടുത്ത് പൾസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ വരുവാണെങ്കിൽ കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. ഇതാ ഒറ്റ തവണ കൊണ്ട് തന്നെ ഞാൻ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്കിതുപോലെ തന്നെ കറക്കിയെടുത്തിട്ട് വരാം. രണ്ടാമതും പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 4 തവണകൾ കൊണ്ടാണ് ഞാൻ ഈ പുട്ടുപൊടി മുഴുവനും തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ, വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ പൊടി നമുക്കിവിടെ പൊടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകമാണ് നമ്മുടെ പൊടിയുടേത്. അതുപോലെ ഒരു തരി പോലും കട്ടകളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇതാ കൈകൊണ്ട് വാരിയാൽ ഊർന്ന് വീഴുന്ന രീതിയിലാണ് നമുക്കിവിടെ ആയി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ നിത്യവും നിങ്ങൾ പുട്ടുപൊടി വെച്ചുകൊണ്ട് തന്നെയാണല്ലോ പുട്ടുണ്ടാക്കുന്നത്. അടുത്ത തവണ പുട്ടുണ്ടാക്കുമ്പോൾ ഇതുപോലെ വറുത്ത നൈസ് അരിപ്പൊടി വെച്ചിട്ട് ഒന്ന് പുട്ടുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്കിനി പുട്ട് തയ്യാറാക്കാൻ തുടങ്ങാം. ഇനിയിപ്പോ പുട്ട് തയ്യാറാക്കാനുള്ള കുടമടപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ആവി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കണയിലേക്ക് പൊടി വാരി നിറച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കണയിലേക്ക് തേങ്ങ വാരി നിറക്കാം. പിന്നെ നമുക്ക് പൊടി വാരി നിറക്കാം. ഇടവിട്ട് തേങ്ങയും പൊടിയും നിറച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആവിക്കുടത്തിന്റെ മേലേക്ക് വെച്ചു കൊടുക്കാം. പുട്ടുകണയിൽ നിന്നും ആവി നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നേരം നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ ഒന്ന് സിമ്മിലേക്ക് വെച്ച് കൊടുക്കണം. അങ്ങനെ 1 മിനിറ്റ് നേരം സിമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ പുട്ടൊന്ന് കുത്തിയെടുക്കാം. അങ്ങനെ ആദ്യ പുട്ട് ഇവിടെ കുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ കുത്തിയെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ പുട്ടും വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുത്തിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ 3 കണപ്പുട്ട് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിപ്പോ രാവിലെ ഉണ്ടാക്കി വെച്ചാൽ രാത്രി ആയാലും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട് നമുക്കൊരു കറി പോലും വേണ്ട എന്നതാണ് സത്യം. ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.